ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ എന്താ വെച്ചാൽ ഈ വീഡിയോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ പ്രകൃതിയോട് ഇറങ്ങി നടക്കുന്നൊരു വീഡിയോ ആണ്. എല്ലാവരും കാണണേ. അടിപൊളി അതിമനോഹരമായ ഒരു ഭൂമിയും കാര്യങ്ങളൊക്കെ കേട്ടോ. എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരമാവധി സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും കണ്ടു നോക്കേ. അടിപൊളിയാണ് വ്യൂവും കാര്യങ്ങളൊക്കെ, അതും രാവിലെ തന്നെ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒക്കാമപ്പെട്ട വരുവാണെങ്കിൽ ഡിസംബർ ജനുവരി വരുവാണെങ്കിൽ നല്ല മഞ്ഞ് മൂടി അക്കാമപ്പെട്ട കാണാം കേട്ടോ. അതും കൂടി പറയാൻ ഓൺ വോയിസ് ഒക്കെ ചെയ്ത് ഞാൻ എന്തായാലും കണ്ടു നോക്കുന്നുള്ളൂ. അടിപൊളി വ്യൂ ആണ്. ഇവിടെ വീഴാതിരുന്നാൽ മതി. എന്നാലും പാമ്പും കാര്യങ്ങളൊന്നും കാണും, പക്ഷെ പറയാനും പറ്റില്ല. ഇങ്ങനെ മുകളിലേക്ക് നടക്കാം. വഴിയൊന്നുമില്ല കേട്ടോ. പാറയുണ്ടോ എങ്കിൽ തന്നെ എനിക്ക് ഇത്തിരി ധൈര്യമുണ്ട്. കല്ലുകൾ കൂടുതൽ മണ്ണാകുമ്പോഴേ നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കാണാം അതിൻ്റെ ഇടയ്ക്ക്. പാറയാണെങ്കിൽ പാറയുടെ മുകളിലൊന്നും വന്ന് കിടക്കത്തൊന്നുമില്ല. ഇത് നോക്കി നിങ്ങൾ, എൻ്റെ പൊന്നും, എന്ത് മനോഹരമല്ല ഇവിടുന്നൊക്കെ. ഇത് കാണാം, മനോഹരം 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 എന്ന് പറയാം. അടിപൊളി, സൂപ്പർ. ഇപ്പം ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്താ പറഞ്ഞ ഈ മലയുടെ ഇങ്ങനെ ചുറ്റി കറങ്ങി ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. മൊത്തം നടന്നു വരുന്ന ഞാനിപ്പോൾ ഏകദേശം ഒരു മാക്സിമം ഒരു 7-8 കിലോമീറ്റർ ഇപ്പം തന്നെ വാക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് എനിക്ക് ഇങ്ങനെ ഒരു 5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ഇപ്പം നടക്കുന്നു ഈ മലയ്ക്ക് ചുറ്റും. ഇവിടെ വന്നിട്ട് നടക്കാൻ ഇഷ്ടം വേണം കേട്ടോ. ഒത്തിരി ഹൈക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള മൈൻഡ് സെറ്റാക്കണം. അതുപോലെ നടക്കാനും താല്പര്യമാണ്. ഇല്ലാത്തവരിനെ നമ്മൾ ഒരു ഉപകാരമില്ല എങ്ങോട്ട് കൊണ്ടുപോയിട്ടും. ഇതിപ്പോൾ നോക്കി, ഞാൻ സോളോ ട്രക്ക് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരും നോക്കിയൊന്നുമില്ല, എന്താണെന്ന് നടന്നു. പിന്നെ ഞാൻ ഇനി വേറെ ഒരു സോളോ ട്രക്കിങ് കൂടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുള്ളൂ. അതെന്താണ് ടൈം എടുത്ത് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് അത്രയും ദൂരത്തേക്ക് അതും ട്രാൻസ്പോർട്ടേഷൻ ഒന്നും കുറവുള്ള സ്ഥലത്തേക്ക് ഞാൻ ട്രക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ വല്ല വണ്ടി റെഡി ആകുവാണെങ്കിൽ, എന്തെങ്കിലും ബൈക്ക് എന്തെങ്കിലും റെഡി ആവണമെങ്കിൽ അങ്ങനെ നോക്കണം, ഇല്ലെങ്കിൽ അല്ലാതെ നോക്കണം. പാട്ടി മോനെ, എന്താ ഒരു മോള്. ഇതിപ്പോൾ ഞാൻ ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇത് എനിക്ക് ആകെ വഴി തെറ്റി. ഞാൻ ഇടപെടലും മുഞ്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പം. പക്ഷെ എനിക്കിത് കാണുമ്പോൾ കൊതിയ വന്നിട്ട് കയറാൻ തോന്നുന്നുണ്ട്. എനിക്ക് എന്താ പറയാ, എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് കയറാൻ. ടൈമാണ് പ്രശ്നം. ഇത് പിടിച്ചിട്ട് കയറാൻ ഒരു മടിയുണ്ട് എനിക്ക്, ക്യാമറ പിടിച്ചിട്ട്. പക്ഷെ എന്നാലും കണ്ട സ്ഥിതിക്ക് കയറിയില്ലെങ്കിൽ മോശമല്ലേ? എന്താണെങ്കിലും കയറാം. ഇതെന്തോ പാടുണ്ട്. ഇതെന്തോ ആരെങ്കിലും ഊർന്നു വരുന്നതാണോ കളിക്കുന്നതാണോന്ന് അറിയാം. ഇപ്പോൾ പാറ എന്തായാലും ഭംഗിയായിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ഞാൻ ഷൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും കയറാന്ന് വെച്ചത്. ഇപ്പോഴും നിങ്ങൾ നോക്കി, ഇവിടെ ഇങ്ങനെ കോടമഞ്ഞ് നിൽക്കും, എപ്പോഴും ഫോഗും കാര്യങ്ങളൊക്കെ. നോക്കട്ടെ, നമുക്കെന്നാളും ഇങ്ങനെ കയറട്ടെ. എനിക്ക് റോക്ക് ക്ലൈംബ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതുവരെ നമ്മൾ നോർമൽ റോക്ക് ക്ലൈംബ് ചെയ്ത് അല്ലാതെ നമ്മൾ സ്പോർട്സിലൊക്കെ റോക്ക് ക്ലൈംബ് ചെയ്യില്ല ഇവർ, അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. എപ്പോഴേലൊക്കെ നടക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കാം. എനിക്ക് ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, മെല്ലെ മതി എല്ലാ കാര്യങ്ങളും. നോക്കിയാ ഞാനിപ്പോൾ താഴെയാണ് വന്നേ. സംസാരിക്കുന്നുണ്ട്, കയറ്റം കയറി സംസാരിക്കുന്നുണ്ട്, ചെറിയ കിതപ്പും കാര്യങ്ങളുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലം അഡ്വഞ്ചർ ഭയങ്കര ഇഷ്ടമാണ്. അഡ്വഞ്ചർ ക്ലൈമ്പിങ്, അത് മൗണ്ടൻ അഡ്വഞ്ചർ ആണെങ്കിലും റോക്ക് ക്ലൈംബ് അഡ്വഞ്ചർ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ അതേ ഒരു സമയത്ത് ഒരു മലയുടെയോ ഒരു ക്ലിഫിൻ്റെ മുകളിൽ നിൽക്കുന്നത് എനിക്ക് ഒട്ടും പേടിയില്ല. കാരണം എന്ന് വെച്ചാൽ പ്രകൃതി കണ്ടു നിൽക്കല്ലേ, മനോഹരല്ലേ. മറ്റേത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നമുക്ക് എന്തോ താഴെ പോയി കഴിഞ്ഞാൽ മൊത്തം അതന്നെ മരിച്ചു പോകുന്നുള്ളൊരു രീതിയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ എനിക്ക് ആ പേടിയില്ല. ഇതാണ് ഇപ്പോൾ സ്ട്രെയിറ്റ് കയറുന്നത്. അത്യാവശ്യം ഇങ്ങനെ സ്ലോപ്പായിട്ടോട്ടെ ഇരിക്കുന്നത്. ഒരു 45 ഡിഗ്രി എന്ന് പറയുവാണെങ്കിൽ
എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതൊക്കെ നോക്കി നിങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്ക് ഞാൻ നിങ്ങൾ ഓർത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് വട്ടാണോ? ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ട് ഇതിലെ മൊത്തം ഇറങ്ങി ഈ എന്താ ഹില്ല് മൊത്തം താഴത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് കുത്തനെ കയറ്റം കയറിയിരിക്കുക. സത്യം പറഞ്ഞു ഭ്രാന്താണ്. ഫസ്റ്റത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടല്ലോ ഭ്രാന്താന്ന് പറഞ്ഞിട്ടല്ലോ എനിക്ക് ഭ്രാന്താണ്. മല കാടും മലയും കയറി നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ എന്താ പറയുക ഒട്ടും പിന്നെ മറക്കില്ല. അതൊന്നും നമ്മളെ മെമ്മറി ഒന്നും ഒരിക്കലും മറക്കില്ല. ഇന്ന് ഞാൻ ഒത്തിരി സംസാരിക്കുന്നുണ്ട് കേട്ടോ. പരമാവധി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും സംസാരിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഇഷ്ടമൊന്നുമില്ലായിരിക്കും. എന്നാലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും നിങ്ങൾ. എന്നാലല്ല ഞാൻ പിന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് എൻ്റെ ഈ വീഡിയോ എത്തി എനിക്ക് ഇനിയും ഇതേപോലെ ചെയ്യണം. ഇനിയും കുറേ വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ എനിക്കൊരു സപ്പോർട്ട് കിട്ടുന്നതോടെ എനിക്കൊരു പ്രചോദനവും അതാ പറയുന്നത്. അതേപോലെ ഇത് ഹിഡനായുള്ള പ്ലേസ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാനും സാധിക്കും. മൊത്തം പാറയാണ്. ഇതിൻ്റെയൊക്കെ മുകളിൽ കുറേ പാറകൾ അതൊക്കെ ഉയർന്നു പോകുന്ന കേട്ടോ വർഷം തോറും. ഞാൻ നേരെ സൂര്യൻ്റെ മുകളിലേക്ക് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ആകെ കുറേ നടന്നിട്ടുണ്ട് ഇന്ന്. കുറേ നടന്നു ഞാൻ. ഇത് ചെറിയൊരു വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് ഞാൻ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ. ജസ്റ്റ് എൻ്റെ ഒരു മോർണിംഗ് വാക്കിങ് കാര്യങ്ങളൊക്കെയാണ്. അത് നോക്കി എന്നാ എന്താ മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്, കോടയൊക്കെയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, പരമാവധി ഷെയർ ചെയ്യാൻ നോക്കണേ. ഇത് അക്കൈൻമെൻറ്റ് ഇതിന് മുമ്പുള്ള ഡീറ്റെയിൽ ഉള്ള വീഡിയോ ഒക്കെ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ഞാനിത് വെച്ചാൽ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ കൊടുക്കാം കേട്ടോ. എല്ലാവരും കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യും.